അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ എൻ്റെ കുക്കിങ്ങുകളെല്ലാം തീർന്ന് ഞാൻ അടുക്കളയെല്ലാം നല്ല കിച്ചണെല്ലാം നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എല്ലാം എടുത്തു. ഇനിയിപ്പം ഭക്ഷണം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കറികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ഇത് നോക്കൂ, ഇത് മീൻ വറുത്തത്, ഇത് നമ്മുടെ ചോറ്, സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, ഇത് പരിപ്പ്, മക്കൾക്ക് പരിപ്പ് കറി വലിയ ഇഷ്ടം. ഇത് നമ്മുടെ ഓലൻ, നമ്മുടെ അവിയൽ, ഇത് നമ്മുടെ അച്ചിങ്ങാപ്പയർ തോരൻ. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് പപ്പടം കാച്ചണം. അത് കഴിക്കാറാകുമ്പോൾ കാച്ചാൽ മതി. ഇനി പപ്പടമുണ്ട്, പപ്പടം കഴിക്കാറാകുമ്പോൾ കാച്ചാൽ മതിയേ. പിന്നെ പായസം വെക്കാനുള്ള പാല് ഭയങ്കര കട്ടയാണ്. അപ്പോൾ ആ തണുപ്പ് ഒന്ന് പോകാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പായസം വെക്കും. ഇത്രയും ഞാൻ ചെയ്തു, ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ അവസാനം എനിക്ക് വേണ്ടി മാത്രം വന്നിരിക്കുന്നത്. ആ പപ്പടമൊക്കെ വറുത്തത്. ഇങ്ങോട്ട് എടുത്ത് ഒഴിച്ചോ, ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് ഒഴിക്കും. അതൊക്കെ ഒഴിക്കും. ഇങ്ങനെയുണ്ട് കഴിച്ചത് നല്ലതാണെന്ന് പറ. കഴിക്ക് വാരി നല്ല ടേസ്റ്റ് ഉണ്ടോ നോക്ക്. മാമ്പഴ പുളിശ്ശേരി എങ്ങനെയുണ്ട്? മാമ്പഴ പുളിശ്ശേരി എങ്ങനെയുണ്ട്? മാമ്പഴ പുളിശ്ശേരി അച്ഛനില്ല, മിസ് ചെയ്യുന്നു അല്ലേ?